നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അവസരങ്ങളുടെ ഒരു വലിയ കാലം തന്നെ വന്നു ചേരുന്ന നക്ഷത്രക്കാർ, ഇവർക്ക് അനുകൂലമായ ഒട്ടനവധി സാഹചര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഇനി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, അത് വളരെ നാളുകളായി നിലനിൽക്കാൻ പോകുന്ന അവസ്ഥകൾ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരികയും ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുകയും ചികിത്സാ മാർഗങ്ങൾ ഫലിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. പൂർണ്ണ തോതിലുള്ള ആരോഗ്യകരമായിട്ടുള്ള മാറ്റങ്ങൾ, വളരെ നാളുകൾ നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് സന്തോഷത്തിന്റെ നാളുകൾ തന്നെ ഇവർക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെ മാനസിക സന്തോഷം ലഭിക്കുന്ന സാഹചര്യം, അത് പൂർണ്ണ തോതിൽ അനുഭവിക്കാൻ സാധിക്കുകയും വളരെ നാളുകൾ നീണ്ടു നിൽക്കുന്ന അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഭാഗ്യം ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന സാഹചര്യം, ജീവിതത്തിൽ അടിക്കടി വന്നു പോയിക്കൊണ്ടിരുന്നത് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ദീർഘനാളത്തേക്ക് അനുഭവിക്കാനും ഉപയോഗിക്കാനും അതിൽ സ്ഥിതി ചെയ്യാനും സാധിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ടുവരും. ഇവരുടെ ജീവിതത്തിൽ അപ്പാടെ മാറ്റങ്ങൾ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. വളരെ അവസരങ്ങൾ ജീവിതത്തിൽ തേടിയെത്തുന്ന ഇത്തരം അവസരങ്ങൾ പലരും ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്നു. അതായത് ഇതുവരെ പല വിധത്തിലുള്ള ദുഃഖവാർത്തകൾ, കഷ്ടകാലം ഇങ്ങനെ തള്ളി നീക്കിയിരുന്ന സാഹചര്യം, അതിൽ നിന്നൊക്കെ പല വിധത്തിലുള്ള വ്യത്യസ്തമായ ഫലങ്ങൾ, മനസ്സിന് ഒരു ഊർജം, ഉന്മേഷം, ആത്മവിശ്വാസം, അവർ ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നു. ആഗ്രഹിച്ച കാര്യങ്ങൾ അവരുടെ കൺമുന്നിലേക്ക് വന്നു ചേരുന്നു. മറ്റുള്ളവർ ഇവരോട് അനുകമ്പപൂർണമായി സ്നേഹത്തോടുകൂടി പരിഗണനയോടുകൂടി പെരുമാറുന്നു. ഇവർക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നടന്നു കിട്ടുന്നു. പല വിധത്തിലും കഷ്ടതകൾ അനുഭവിച്ച കാലം മാറി അവർക്കിനി ദുഃഖങ്ങൾ ഓർക്കാതെ, അവിടെ കഷ്ടപ്പാടുകൾ ഓർക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. വിശാഖം നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കണ്ടു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക. ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഘ്നങ്ങൾ മറികടക്കാൻ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധ്യമാകും. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് ഏറ്റവും അനുകൂലമായി മാറ്റങ്ങൾ കണ്ടുവരുന്ന സമയം കൂടിയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന ഭാഗ്യം അവരുടെ കൂടെ വന്നു ചേരുകയും ഇവർ തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ആത്മവിശ്വാസമൊക്കെ വന്നു ചേരുന്നു. പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ശാരീരിക അസ്വസ്ഥതകൾ, എന്തൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഒരു ക്ഷീണം, ഭയം, പൂർത്തീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യം, ഏതൊരു കാര്യത്തിനും ഏതൊരു പ്രവർത്തനത്തിനും ഇറങ്ങി പുറപ്പെട്ടാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ വന്നു ചേരുന്ന ഒരവസ്ഥകൾ, ഇതിനൊക്കെ വലിയ മാറ്റം വരികയും ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നു കിട്ടുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിൽ സാമ്പത്തിക ബാധ്യതകളൊക്കെ മറികടക്കാൻ സാധിക്കുകയും കടബാധ്യതയിൽ നിന്നുള്ള മോചനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക മുന്നേറ്റം, ഉയർന്ന വരുമാനം, ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടുന്ന ആളുകൾക്ക് ആ തടസ്സങ്ങൾ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഗുണഫലങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. എവിടെ പ്രവർത്തനങ്ങൾക്ക് ഫലസിദ്ധി വന്നു ചേരുന്നു, പ്രവർത്തനങ്ങൾ അംഗീകരിക്കപ്പെടുന്നു, അതോടൊപ്പം തന്നെ പരിഗണന ലഭിക്കുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ തന്നെ ജീവിതത്തിൽ പലവിധ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയമാണ്.
ഇവർ ആഗ്രഹിച്ച രീതിയിലുള്ള ജോലി ലഭിക്കുന്നു. മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഇവരുടെ കൂടെ വന്നു ചേരും. ഈശ്വര കടാക്ഷം ഇവർക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങൾ മറികടക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ രീതിയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അതായത് പഠന സംബന്ധമായിട്ടുള്ള അലസതകൾ, പഠനത്തിൽ ഒരു താല്പര്യം ഇല്ലാത്ത ഒരു സാഹചര്യം, ആഗ്രഹിച്ച വിഷയം ലഭിക്കാതെ വരിക, അതോടൊപ്പം തന്നെ മത്സര പരീക്ഷകളിൽ പിന്നിലായി പോകുന്ന സാഹചര്യം, ഇതിനൊക്കെ ഒരു മാറ്റം കാണുന്നു. പഠന മികവ് വന്നു ചേരും. പരീക്ഷകളിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട വിഷയങ്ങളിൽ ഇവർക്ക് ഉപരിപഠനമോ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് ഇഷ്ട വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വീണ്ടും എത്തുന്നു. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന ഒട്ടനവധി അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുകയും ഇവർക്ക് വരുമാന വർധനവ് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ വന്നു ചേരുന്ന സമയം കൂടിയാണ്. വിദേശവാസത്തിനുള്ള അനുകൂലമായ ഒരു സാഹചര്യം, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നതിനോ അവിടെ ജോലിയുമായി ബന്ധപ്പെട്ട് അവസരത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വലിയ അവസരങ്ങൾ തന്നെയാണ്, ഫലസിദ്ധി തന്നെയാണ് വന്നു ചേരുക. അതോടൊപ്പം തന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുകയും ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യും. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വളരെ നേട്ടവും ഉയർച്ചയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്ക് ലഭിക്കും. അടുത്ത നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാർക്ക് താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് കുതിച്ചുവരാനുള്ള സാഹചര്യം, അതായത് പലപ്പോഴും ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന വീഴ്ചകൾ, പല തെറ്റുകുറ്റങ്ങൾ, ഇതിൽ നിന്നൊക്കെ നമ്മൾ പാഠം ഉൾക്കൊള്ളാറുണ്ട്. ചിലർ ആ വീഴ്ചയിൽ തന്നെ തകർന്നു പോകാറുണ്ട്. ഇപ്പോൾ ഉള്ളൊരു സാഹചര്യങ്ങൾ ഇവരുടെ പ്രവർത്തന മികവിന് ഉള്ള അംഗീകാരമായി കാണുകയും ഇവർ ഏറ്റെടുക്കുന്ന പ്രവർത്തികളിൽ ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നിലയിൽ വലിയ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും. ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ഏറ്റവും അനുകൂലമായ യോഗങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്ന സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകളായിരിക്കാം. അവരുടെ കഠിനാധ്വാനം, ആത്മവിശ്വാസം ഇതൊക്കെ എപ്പോഴും അവിടെ കൂടെ ഉണ്ടാവുകയും ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളാണെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം നടത്തുന്നതിന് അവിടെ പ്രാർത്ഥനകൾ, ഈശ്വരവിശ്വാസം, അവർ ചെയ്യുന്ന വഴിപാടുകളൊക്കെ, സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ അവരുടെ ജീവിതത്തിന് വഴികാട്ടായി നിൽക്കുന്ന സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും മുന്നേറ്റങ്ങളും ഒക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.